ഈ പാർട്ടിയെക്കുറിച്ചും ഇതിൻ്റെ സർക്കാരിനെ കുറിച്ചുമാണല്ലോ പറയുന്നത്. മറ്റേ കശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇങ്ങനെ ന്യൂനപക്ഷങ്ങളെ നോക്കി നടന്ന് വേട്ടയാടുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, എന്നോട് കേന്ദ്ര നേതൃത്വം പറഞ്ഞപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനിയായത് എൻ്റെ ജാതിയോ മതമൊന്നും അവർ പറഞ്ഞില്ല. ഇത് ഇന്ത്യയിലെ മുഴുവൻ പ്രവർത്തകർക്കുള്ള മെസ്സേജാണെന്നാണ് പറഞ്ഞത്. അതെന്നോട് പലരും പറഞ്ഞു, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഇത് BJPക്ക് മാത്രമേ സാധിക്കൂ. അപ്പോൾ അത് റിയലായിട്ടുള്ള ഒരു BJP പ്രവർത്തകൻ എന്ന് മാത്രമേ പാർട്ടിയും കരുതിയിട്ടുള്ളൂ. ഓർഗാനിക് എന്നൊരു വാക്ക്. ഓർഗാനിക് വർക്കർ എന്നുള്ളൊരു വാക്ക് എനിക്ക് ആദ്യമായിട്ടാണ് ഞാനത് കേൾക്കുന്നത്. അത് പിന്നെ ചാനലുകാരാണ് എനിക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരുന്നത്. ഇത് പറയുന്ന അവസരത്തിൽ എല്ലാ സ്റ്റേറ്റിലെയും BJP പ്രവർത്തകരെ വിളിച്ചിട്ട് ഇത് BJPക്ക് സാധിക്കുമോ. എന്നെ ഇത് ഗുജറാത്തിൽ നിന്നുള്ളവർ വിളിച്ചു, നാഗാലാൻഡിൽ നിന്നുള്ളവർ വിളിച്ചു, പഴയ വിമർശകരാണ്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് അവർ വിളിച്ചു. ഇതെല്ലായിടത്തും ന്യൂസാണിത്, പ്രത്യേകിച്ച് പാർട്ടിയിൽ. ജോർജ് കുര്യൻ ഒരാൾ ഇങ്ങനെ പ്രവർത്തിച്ചു. അതിന് പാർട്ടി കൊടുത്തൊരു മെസ്സേജാണ്. അതായത് പാർട്ടി ബേസിക് പാർട്ടി പ്രവർത്തകരുടെ കൂടെ പാർട്ടി ഉണ്ടാവും, അതാണ് അവർ കൊടുത്തത് ഒരു മെസ്സേജ്. അല്ലാതെ അതിൻ്റെ അകത്ത് എന്നോട് നിങ്ങൾക്ക് ഈ വകുപ്പാണ് തരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്ത്യാനിയെ നോക്കണമെന്നല്ല, കിട്ടുന്ന വകുപ്പ് നല്ലോടെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. വ്യാഖ്യാനങ്ങൾ പലത് വന്ന കൂട്ടത്തിൽ കേരളത്തിലെ സഭയിലേക്ക് എങ്ങനെ ഒരു പാലം ഇടുന്നു, സഭയെ മൊത്തം എങ്ങനെ BJPയോട് ചേർത്ത് നിർത്താനുള്ള അംബാസഡറായി നിയമിച്ചിരിക്കുന്നു. അല്ല, എനിക്ക് സഭയുടെ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ സ്വാഭാവികമായിട്ടും ഒരു സഭാ വിശ്വാസിയാണ്. പിന്നെ മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ബന്ധമുണ്ട്, ഞാനവർ പോകാറുണ്ട്. പക്ഷെ ഒരിക്കലും അവരെ പോയി കാണുന്ന അവസരത്തിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ പോകാറില്ല. അത് ചിലപ്പോൾ അവരോട് ചെന്നിട്ട് പ്രാർത്ഥിക്കാനായിരിക്കും പറയുന്നത് എനിക്ക് വേണ്ടി. ഞാനൊരിക്കലും ഫോട്ടോ എടുക്കാറില്ല, പത്രത്തിൽ കൊടുക്കാറുമില്ല. അങ്ങനെ ഒരിക്കലും ഒരു ഫോട്ടോയും വന്നിട്ടില്ല. ഞാൻ നിരന്തരമായിട്ട് ബിഷപ്പുമാരെ കാണാറുണ്ട്. ചില അവസരത്തിൽ ചെന്നിട്ട് അവരോട് പിതാവെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ചില തലേ കൈവച്ച് പ്രാർത്ഥിക്കും, ചിലർ പ്രാർത്ഥിക്കും, ചില സമയത്ത് ചില കാര്യങ്ങൾ പറയും. അങ്ങനെയാണ് ആ റിലേഷൻ. അല്ലാതെ എൻ്റെ അകത്ത് പലപ്പോഴും പൊളിറ്റിക്സ് ഉണ്ടാകണമെന്നില്ല. പൊളിറ്റിക്കലായിട്ടുള്ള ആയിരിക്കും, അതൊരു ജെന്യുവൻ റിലേഷനാണ്. അങ്ങനെയുള്ള ഒരു റിലേഷൻ ഞാൻ കാത്ത് സൂക്ഷിക്കാറുണ്ട്.